മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി. മലയാള ഭാഷാ കവിതയിൽ വളരെ പ്രാചീന കാലം മുതൽക്കേ ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനിക ചിന്തകൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നാടൻ പാട്ടുകൾ എന്ന് നാം വ്യവഹരിക്കുന്ന കവിതകളിൽ പോലും പലപ്പോഴും ഈ വേദാന്ത ചിന്തകൾ കടന്നു വരാറുണ്ട്. വള്ളൂർ കവിതകളിലെ വരികൾ ഇങ്ങനെ: മൂലക്കിഴങ്ങിന് മൂന്നല്ലോ വള്ളി, മൂലത്തിലൊക്കെ പടർന്നുള്ള വള്ളി, ജ്ഞാനക്കിഴങ്ങിന് നാലല്ലോ വള്ളി, ജ്ഞാനത്തിലൊക്കെ പടർന്നുള്ള വള്ളി, എല്ലാറ്റിനും ആധാരമായ ബ്രഹ്മത്തിനുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ മൂന്ന് അവസ്ഥകളെയാണ് മൂന്ന് വള്ളികൾ സൂചിപ്പിക്കുന്നത്. ജ്ഞാനക്കിഴങ്ങിൽ നിന്നുണ്ടാകുന്ന 4 വള്ളികൾ വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ജ്ഞാനപ്പാനയിൽ വളരെ ലളിതമായ ഭാഷയിൽ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് പൂന്താനം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മഹത് ദർശനം തന്നെ ആവിഷ്കരിക്കുന്നു. എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ വാൽമീകിയുടെ പത്നിയെ കൊണ്ട് പറയിപ്പിക്കുന്നു: താൻ നിരന്തരം ചെയ്തിടുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന ഏതു പ്രവൃത്തിയുടെയും ഫലം നമ്മൾ മാത്രമേ അനുഭവിക്കാൻ ഉണ്ടാകൂ എന്നതും ജീവിതത്തിലെ ഒരു അനുഭവ സത്യമാണ്. ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സീത കണ്ടെടുത്ത മഹത്തായ ഒരു ദർശനം ഇങ്ങനെ അവതരിപ്പിക്കുന്നു: അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും വ്യഥ പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ലതാൻ. പ്രേമസംഗീതത്തിൽ ഉള്ളൂർ: നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പാടുമ്പോൾ ജീവിതത്തിൽ മനുഷ്യൻ എന്നും സംരക്ഷിച്ചു വെക്കേണ്ട മൂല്യം എന്താണെന്ന് ഓർമ്മിപ്പിക്കലാണത്. ഇങ്ങനെ കാലങ്ങളിലൂടെ മലയാള കവിത ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ചില മാതൃകകൾ മാത്രമാണിവ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.